മക്കൾക്ക് എന്ത് പറ്റിയതാ? എൻ്റെ പൊന്നെ, എൻ്റെ തക്കരെ, ഞാൻ ഓടിപ്പോയിട്ട് തുണിയൊക്കെ മാറി മക്കളെ ആശുപത്രി കൊണ്ടുപോവേ. ഇപ്പം കണ്ടതാണ് ഞാൻ ലാസ്റ്റ് എടുത്ത നമ്മളെ ആമിയുടെ വീഡിയോ. ഇതാണ് ലാസ്റ്റ് എൻ്റെ ഗുണ്ടു അമ്മയ്ക്കൊരു ഉമ്മൊക്കെ കൊടുത്തത്. തലേന്ന് എടുത്തതാണ്. ആദ്യം കണ്ട് എടുത്ത വീഡിയോ കഴിഞ്ഞ് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആമി മരിച്ചു. ശനിയാഴ്ചയാണ് മരിച്ചത്. നിങ്ങളുടെ അടുത്തൊക്കെ എങ്ങനെ പറയണമെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം നമ്മളും ഒന്നും ഓക്കെ ആയില്ല. ഇനിയെങ്കിലും നിങ്ങളെ അറിയിക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഈ പറയണത്. ആമി രാത്രി നമ്മൾ അഴിച്ചിട്ട് ടെറസിൻ്റെ മുകളിലാണ് അവൾ കിടക്കുന്നത്. അല്ലെങ്കിൽ അമ്മ രാത്രിയൊക്കെ അഴിച്ചു വിട്ടാൽ നിങ്ങൾക്കറിയാം, ഞങ്ങളെ വീട്ടിലൊക്കെ ഓടി ഓടി വരും. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിലക്കിയിട്ട് ഇങ്ങനെ അഴിച്ചു വിടാറില്ല നൈറ്റ്. കാരണം ഇവിടെ റോഡിൽ വന്നിട്ട് കുട്ടികളെയൊക്കെ അവൾ കടിക്കുകയും കുരയ്ക്കുകയൊക്കെ ചെയ്യണത് കൊണ്ട് ഒരാൾ വന്ന് ഞങ്ങളെ രാത്രി പരാതിയൊക്കെ പറഞ്ഞ് ഇനി മേലിൽ നൈറ്റ് അഴിച്ചു വിടരുത്, കുട്ടികൾക്ക് ട്യൂഷനൊക്കെ കഴിഞ്ഞ് നൈറ്റ് പോകാനുള്ളതാണ്. അതുകൊണ്ട് പിന്നീട് ഇപ്പോൾ 2 മാസം കൊണ്ട് നൈറ്റ് അല്ലെങ്കിൽ അവളെ അഴിച്ച് ബാത്റൂമിലൊക്കെ വിടാൻ വേണ്ടി അമ്മ ഒരു 10-11 മണിക്ക് അഴിച്ചു വിടുമായിരുന്നു. ഇപ്പം അഴിച്ചു വിടാറില്ല. ഇപ്പം അഴിച്ചു വിട്ടാലും അവൻ വന്ന് കുറച്ച് നേരം അവൻ നിൽക്കുമ്പോൾ അഴിച്ചു വിട്ടിട്ട് അവൾ ടെറസിൻ്റെ മുകളിൽ കയറി കിടക്കും. അത് കഴിഞ്ഞ് രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ 5-6 മണിയൊക്കെ ആകുമ്പോൾ അവൻ നടക്കാൻ പോകും, എൻ്റെ സഹോദരൻ. അപ്പോൾ അവളും കൂടെ പോകും. അമ്പൂരി വരെ പോയി അടുത്ത ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ചൊരു ചായയൊക്കെ കുടിച്ച് അവളുമായിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് പതിവ്. പിന്നെ ഇനി അച്ഛന് സെക്യൂരിറ്റി ജോലിയാണ്. അപ്പോൾ അച്ഛൻ ആഴ്ചയിൽ 1-2 ദിവസമാണ് വീട്ടിലുള്ളത്. അപ്പോൾ അച്ഛൻ ഉള്ള ദിവസം അവൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരില്ല. ബാക്കി എല്ലാ ദിവസവും അവൾ ഇറങ്ങി വരും. അച്ഛൻ ഉള്ള ദിവസം അച്ഛനെ കൊണ്ടുവിടാൻ വേണ്ടി അവൾ താഴെ ഇറങ്ങില്ല. അച്ഛൻ കുറേ ദൂരം നടന്നു പോയാലേ അവൾ ഇറങ്ങുള്ളൂ. അപ്പം അതുപോലെ ഈ ശനിയാഴ്ച അച്ഛൻ ഇറങ്ങിയപ്പോൾ ഇവൾ വരുന്നില്ല. ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലാതെ താഴോട്ട് ഇറങ്ങുന്നില്ല. ഇറങ്ങിയ ഉടനെ കെട്ടിയിടുമെന്നുള്ളത് കൊണ്ട് പിന്നെ ഓടിയൊന്നും പോകില്ല. നമ്മളെ അടുത്തല്ലേ ഓടി വരും. അപ്പോൾ പിടിച്ച് കെട്ടിയിടും. വേറെ ഒന്നുമല്ല, അച്ഛൻ കെട്ടിയിടാൻ പറയണത് ഒന്നാമത് റോഡിൽ കൂടെ അച്ഛൻ്റെ റോഡ് വരെ കൂടെ പോവും. രണ്ടാമത്തത് അച്ഛൻ മുണ്ടൊക്കെ വെള്ള മുണ്ടെല്ലാം ഇട്ടുകൊണ്ട് പോകണം. അവിടെ എല്ലാം വെള്ളവും ഈ ചെളിയെല്ലാം അച്ഛൻ്റെ മുണ്ടിൽ ചവിട്ടി കൊടുക്കും അവൾ സ്നേഹം കൊണ്ടേ. അപ്പം അച്ഛന് പോകാൻ പറ്റത്തില്ല ഈ ചെളിയെല്ലാം ആയിക്കഴിഞ്ഞ്. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് പറയും അവൾ ഇറങ്ങി വരുമ്പോൾ ഉടനെ എന്നെ കെട്ടിയിടും. അതുകൊണ്ട് ഇവൾ സ്ഥിരം ഇങ്ങനെ കെട്ടിയിടുന്നത് കൊണ്ട് അച്ഛൻ കുറേ ദൂരം അങ്ങ് പോയാലേ അവൾ ഇറങ്ങി വരുള്ളൂ. അങ്ങനെ അവളിങ്ങനെ അച്ഛൻ ഇങ്ങനെ പരാതിയും പറഞ്ഞ് നിനക്ക് ഇറങ്ങി വരാൻ വയ്യല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പോയപ്പോൾ 5-6 മണിക്ക് അച്ഛൻ പോയപ്പോൾ ഇവളും കൂടെ പോയി വണ്ടി വരെ കൊണ്ടുവിട്ടിട്ട് അന്നായപ്പോൾ അവൾ അച്ഛൻ്റെ മുണ്ടിലൊന്നും ചവിട്ടിയില്ല. അങ്ങനെ ഞാനിത് വേറെ വീഡിയോയും കൂടി ഇട്ടതാണ് കേട്ടോ, ഈ കാര്യം പറയാനായിട്ട്. എന്നിട്ട് തിരിച്ച് അച്ഛൻ പോയ വണ്ടി കയറി ഉടനെ ചോദിക്കും ആമി അങ്ങ് വീട്ടിലെത്തിയോ എന്ന് ചോദിക്കും. അമ്മ എത്തിയെന്നും പറയും. എല്ലാ ദിവസവും അങ്ങനെയാണ്. അതുപോലെ അന്നും വിളിച്ചപ്പോൾ അവൾ ആമി വീട്ടിലും വന്നു. കുറച്ച് കഴിഞ്ഞ് അവൻ നടക്കാൻ സമയത്ത് അവളെ വിളിച്ചപ്പോൾ അവൾ കുറേ ദൂരം ഓടിപ്പോയി. കുറച്ച് ദൂരം പോയപ്പോൾ അവൾക്ക് എന്തോ വയ്യായ്മ പോലെ, ശ്വാസം മുട്ടലോ തോന്നി. അപ്പം വീണ്ടും വാന്ന് വിളിച്ചപ്പോൾ അവൾ പോയില്ല. പിന്നെ അവൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇവൾക്ക് തലേന്ന് വൈകുന്നേരം പുട്ടാണ് കഴിച്ചത്. നിറയെ പുട്ടൊക്കെ കഴിച്ച് ആഹാരം കഴിക്കലോ ഞാൻ നിങ്ങൾക്കറിയില്ല, ഞാനിപ്പോൾ 2-3 ദിവസം കൊണ്ടേ വീഡിയോ ഇടുന്നുണ്ട്. അവൾക്കൊരു കുഴപ്പമില്ല. എല്ലാ ദിവസവും ഞാൻ പോകുന്നുണ്ട്. അമ്മ തൊഴിലുറപ്പിന് പോകണത് കൊണ്ട് ഞാൻ ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ ഞാൻ പോവും. അപ്പം അവൾക്ക് ഭക്ഷണം കഴിക്കാനൊരു മടിയോ ഒന്നുമില്ല. ഞാൻ ഈ മരിക്കണതിൻ്റെ തലേന്നും അവളടുത്ത് പോയി പിന്നെ വീഡിയോ എടുത്തില്ല. അതിൻ്റെ തലേന്ന് എടുത്തതാണ് ഗുണ്ടു ആമി ഉമ്മ വയ്ക്കുന്നത്. അന്ന് ഞാൻ ഫോണ് കയ്യിലെടുത്തില്ല. തലേന്നിൻ്റെ തലേന്നാണ് നേരത്തെ ഗുണ്ടു ഉമ്മ വയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടില്ലേ, അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവൾക്ക് തലേന്നും ഒരു കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കുന്നു. പിറ്റേ ദിവസം അച്ഛൻ രാവിലെ തന്നെ ചായ കുടിച്ചപ്പോൾ അവൾക്കും കുറച്ച് ചായ, അച്ഛൻ പോണതിന് മുമ്പേ ചായ കൊടുക്കും അവൾക്കും കുറച്ച് ചായ, മധുരം ഇടാത്ത ചായയും കുടിച്ചു.
അത് കഴിഞ്ഞിട്ട് അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവൻ നടക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ഇവൾക്ക് വയ്യാത്ത പോലെ ഒരു ശ്വാസം, എന്ന് വെച്ചാൽ ഓവർ ശ്വാസം മുട്ടുമല്ല, നിങ്ങൾ ആദ്യം കണ്ടില്ല അതുപോലെ വയ്യ അവൾക്ക് എന്ന് എനിക്ക് തോന്നി. എനിക്ക് 2-3 ദിവസം കൊണ്ട് വയറ് വേദനയും പനിയും ദേഹവേദനയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ആശുപത്രിയിലൊക്കെ പോയിട്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഒന്നും ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മയാണ് എനിക്കിപ്പോൾ 2-3 ദിവസം കൊണ്ട് കാപ്പി ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോൾ കുഞ്ഞുവിനുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കി അവളെ ട്യൂഷനും വിട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞ് അവരും ഇങ്ങനെ സീരിയസ് ആണ് ഇപ്പോൾ, ഇത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മരിക്കുമെന്നൊന്നും നമ്മൾ ചിന്തിക്കണില്ല. അപ്പം അവൾ പറഞ്ഞ എടി എന്നെ കണ്ടത് ഓടി വന്നിട്ട് പറഞ്ഞു, എടി രാവിലെ അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടെ ഒരു ചെറിയ ശ്വാസം. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇപ്പോഴും തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും. വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഫസ്റ്റ് എടുക്കുമ്പോൾ അപ്പോഴൊന്നും അവൾക്ക് ഭയങ്കര ഓവർ ശ്വാസം മുട്ടലും ഇങ്ങനെ. ഇനി ഈ വീഡിയോ എടുത്തിട്ട് പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അവൾ മരിച്ചിരിക്കും, അരമണിക്കൂറിനകത്ത് മരിച്ചിരിക്കും എന്നൊന്നും ഞാൻ വിചാരിക്കണില്ല. പിന്നെ ഡോക്ടറോടെയൊക്കെ അവൾക്ക് നമ്മൾ ഒരു ദിവസമോ ഒരു 4-5 മണിക്കൂറോ വെയിറ്റ് ചെയ്തതല്ല, ഒരു ഡോക്ടർ വരാനുള്ള ടൈം മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്ത സമയം. ഒരു അരമണിക്കൂർ ഡോക്ടർ പറഞ്ഞ സമയം മാത്രമേ ഞാൻ വെയിറ്റ് ചെയ്തുള്ളൂ. ആ അരമണിക്കൂർ ആവും മുമ്പേ അവൾ നമ്മളെ വിട്ടു പോയി. ഞാൻ എവിടെയെന്ന് വെച്ചാൽ ഇപ്പം ഗവൺമെൻറ് ആശുപത്രി അപ്പം പോയിട്ട് ഇത് പറ്റൂല എന്ന് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിലായാലും കാട്ടാക്കട രഞ്ജുവിനെ പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നീ എത്രയും വേഗം വരണേ ആശുപത്രിയിൽ അവിടുത്തെ നമ്പറിൽ വിളിച്ച് ഏത് ആശുപത്രിയും റൂട്ടും പറഞ്ഞെന്നാൽ ഞാൻ അപ്പോഴേക്ക് ഇവിടെ നിന്ന് പറ്റൂലെങ്കിൽ കൊണ്ടുവരാം എന്നാണ്. പക്ഷേ അതിനൊന്നും അവ എത്തും മുമ്പേ ഇവളിവിടെ മരിച്ചു. പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഈ മരിക്കാൻ പോണതിന് മുന്നേ പോലും അവൾ എൻ്റെ അടുത്ത് നന്നായിട്ട് ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടിരുന്നിട്ടാണ് അവൾ പോയത്. മരിക്കണ സമയത്തും ചിരിച്ചുകൊണ്ട് അവൾ പോയത്. അവളും എൻ്റെ അടുത്ത് ലാസ്റ്റ് എൻ്റെ കൂടെ അവൾക്ക് ശ്വാസം കിട്ടിയില്ലെങ്കിൽ പോലും എന്നെ നോക്കി ഒരു ചിരിയായിരുന്നു. വീട്ടിലെ അമ്മയ്ക്കും സഹോദരനൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം ഇവളിങ്ങനെ ഇത്ര പെട്ടെന്ന് അങ്ങ് പോകുമെന്നൊന്നും നമ്മളാരും വിചാരിച്ചില്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കാർക്കും അറിയില്ല. പാമ്പ് കടിച്ചതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേര് പറയണ ഇവിടെ പൂച്ചയും ചത്ത് കിടന്നു, അപ്പോൾ വിഷം കഴിച്ചതായിരിക്കാമെന്ന്. കുറച്ച് ഇപ്പം 2 ദിവസം കൊണ്ട് പാമ്പ് അവിടെ കാണുന്നുണ്ട്, ആ റോഡിൻ്റെ സൈഡിൽ പാമ്പ് കണ്ടുകൊണ്ട്. പിന്നെ അതുപോലെ നീല നിറം, ഇവൾ മരിച്ചപ്പം നാക്കും ബാക്ക് സൈഡൊക്കെ നീല നിറമായി. അപ്പം പാമ്പ് കടിച്ചതും ആവാം. എന്തിനെന്ന് എല്ലാം എനിക്ക് തോന്നുന്നു. അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഒന്നും അവൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ തിരിച്ച് വന്നപ്പോഴോ ആയിരിക്കും സംഭവിച്ചത്. അതായിരിക്കും. എന്നിട്ടും എൻ്റെ സഹോദരൻ്റെ കൂടെ നടക്കാനൊക്കെ വിളിച്ചപ്പോൾ ഓടിപ്പോയി അവൾ. കുറച്ചു ദൂരം പോയപ്പോഴാണ് അവൾക്ക് ഒട്ടും വയ്യാതെ ശ്വാസം മുട്ടൽ പോലെ തോന്നിയത്. വീട്ടിലുള്ള ആരെയും അവൾ അറിയിച്ചില്ല അവൾക്ക് സീരിയസ് ആണെന്നുള്ള രീതിയിൽ. അവൾ ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. ചെറിയൊരു ശ്വാസം മുട്ടലേ നമുക്കും തോന്നിയുള്ളൂ. ഇങ്ങനെ പെട്ടെന്ന് അവളിങ്ങനെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് അവളിങ്ങനെ നമ്മളെ വിട്ടു പോകുമെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് തന്നെ വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അമ്മ രാവിലെ തൊഴിലുറപ്പിന് മുമ്പേ ചോറ് കൊടുത്തിട്ടേ പോവുള്ളൂ. കാരണം ചിലപ്പം ഞാൻ ചെന്നില്ലെങ്കിൽ അവൾ വിശന്നിരിക്കുമല്ലോ, അപ്പം വയറ് നിറച്ച് ചോറ്. അതും അവിടെ എത്രയും എറുമ്പാണേ, ഇപ്പം ഈ ചോനാൻ എറുമ്പ്. അതുകൊണ്ട് ചോറ് അവിടെ വെച്ചിട്ട് പോയി എറുമ്പരിക്കും. അവിടെ ഫുള്ള് എറുമ്പായതുകൊണ്ട് അമ്മ വാരി കൊടുക്കും. അവിടെ വെച്ചിട്ട് പോയ എറുമ്പരിക്കും, ഇവളെ ദേഹത്തൊക്കെ എറുമ്പായി പോവില്ലേ. അതുകൊണ്ട് ഇപ്പോൾ എച്ചിലൊന്നും അവിടെ വെക്കത്തില്ല, ആഹാരമൊന്നും വെച്ചിരിക്കില്ല. അമ്മ ഉരുട്ടി അങ്ങ് വായിൽ വെച്ച് കൊടുക്കും. അവിടെയൊക്കെ അവൾക്ക് കൊടുത്ത അവൾ ഗുണ്ടുവിനെക്കാളും ഇപ്പം മടിച്ചിയാണ്. അതുകൊണ്ട് അമ്മ വാരിയാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഇപ്പം എല്ലാവരെയും മനസ്സിൽ അവളങ്ങ് കയറി പറ്റിയിട്ട് ഇങ്ങനെ നിസ്സാരം പോലെ അവൾ പൊക്കളഞ്ഞു. മരിക്കണേനും കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണിത്. അവൾ അപ്പോഴും എൻ്റെ അടുത്ത് ആ ഒരു ചിരി
അവള് ഗീത ചേച്ചിയൊക്കെ വിളിക്കുമ്പോൾ ഹാപ്പി ബേബി ആയിട്ടാണ് പോയത്. ഓരോക്കെ കഴിച്ചു കൊണ്ടിരുത്തിയപ്പോഴും ജീവനുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എടുത്തോണ്ട് വരാത്ത എന്തമ്മ? അപ്പോഴേക്ക് വീണുപോയി. അമ്മിയേ എന്റെ പൊന്നാമേ, എന്റെ പൊന്നാമേ, ജീവനില്ലല്ലേ? ഉണ്ടോ? അമ്മക്കൊന്ന് ആശുപത്രി വരെ കൊണ്ടുപോയല്ലോ. ഇല്ലടി, ശ്വാസം ഒന്നും വരണില്ല. ഇപ്പൊ ജീവനുണ്ടോ? നമുക്ക് പോയി നോക്കാം. ശ്വാസം എടുക്കണില്ലേ? ഇല്ല, ശ്വാസം എടുക്കണില്ല. ഞാൻ തുണിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് പാവായിരുന്നത്. ഇവിടെ വെച്ച് ഇതിനെ കയറ്റിയിരുത്തിയപ്പോ നിർത്തുന്ന സമാധാനപ്പെട്. ജീവനോ ഇപ്പൊ വല്ല കട്ടിയായില്ലേ ശരീരം? അതിന് നോക്കടി, ഇപ്പൊ ഇത്ര നേരം ജീവൻ ഉണ്ടായിരുന്നു. തൂക്കി എടുത്തപ്പോ ഇതിൽ വെക്കാൻ പറ്റണില്ല. ചർക്കി വീണ് വണ്ടിയില്. അയ്യോ ആമിയേ, അമ്മി പോയാടാ, നീ പോയാടാ. എന്റെ പൊന്നുമക്കള് പോയാ, എന്റെ പൊന്നുമക്കള് പോയേ. ജീവനുണ്ടോ നോക്കട്ടെ. കുല്ലടി പോയടി, പോയി. എന്റെ പൊന്നു, എന്റെ പൊന്നു. ഇന്നലെയും കൂടി ഞാൻ വന്നു, ഇവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെയും കൂടി ഇന്നൊരു ദിവസം രാവിലെ വിളിച്ചു പറഞ്ഞൂടെ? രാവിലെ രഞ്ജുവിന്റെ കൂടി നടക്കാൻ പോയവള് കുറച്ചു ദൂരം നടന്നിട്ട് പോയി. അച്ഛന്റെ കൂടെ ഓടിപ്പോയത്. അച്ഛനെ കൊണ്ട് വിടാനൊക്കെ പോയപ്പോ ഒന്നും കുഴപ്പമില്ല. ആമി പോയടി, പോയി. ആമി പോയി. മക്കള് ഇന്നലെ ഞാൻ വന്ന് വീഡിയോ എടുത്ത് മെനഞ്ഞാന്ന് ചോറൊക്കെ കൊടുത്ത്. നിങ്ങൾ കണ്ടില്ല, മെനഞ്ഞാന്ന് എൻ്റെ അമ്മ ചോറൊക്കെ കൊടുത്ത്. അതിന് രാവിലെ തൊഴിലുറപ്പിന് പോകണ മുമ്പ് ചോറൊക്കെ കൊടുത്ത് മെനഞ്ഞാന്നും കുഴപ്പമില്ല. ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴും കുഴപ്പമില്ലായിരുന്നു. വൈകുന്നേരവും ഒരു കുഴപ്പമില്ലാതെ നിന്നു. അമ്മാമ്മക്ക് ഇവിടെ അതിന് മനസ്സിലായ കേട്ടാ. പോയടാ.